ഇനിയിപ്പോൾ ആശാവർക്കർമാരുടെ സമരം 36-ാം ദിവസത്തിലെത്തിയിരിക്കുമ്പോൾ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. രണ്ടാം ഘട്ട സമരത്തിന്റെ സ്വഭാവം എന്താ അവർ വിശദീകരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ കേരളമാണ് നമ്പർ 1 7,000 രൂപ കൊടുക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ മാറ്റി രണ്ടാമത്തേതായി സിക്കിം കഴിഞ്ഞിട്ടാണ് കേരളം നടന്നത്. ഇപ്പൊ പറയുന്നത് സിക്കിമും ആന്ധ്രാപ്രദേശും കഴിഞ്ഞ് മൂന്നാമതാണ് കേരളം എന്ന് ഇപ്പൊ മാറ്റി. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾ മാറ്റുന്നില്ല. നമ്മൾ വച്ചിരിക്കുന്ന ഡിമാൻഡായിട്ട് തന്നെ തുടരുകയാണ്. ഈ ഡിമാൻഡ് നേടിയെടുക്കാനുള്ള സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം എന്നാൽ നിയമലംഘന സമരത്തിന്റെ അവസാനിക്കുന്നതല്ല, വീണ്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്. പ്രിയ ആശാവർക്കർമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ വരുന്ന ദിവസം മാർച്ച് 20-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാപ്പകൽ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും. ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. നിങ്ങളേവരുടെയും മാധ്യമ സുഹൃത്തുക്കളെയും ബുദ്ധിജീവികളുടെയും തൊഴിലാളികളെയും എന്ന് വേണ്ട ഈ കേരളം മുഴുവനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഞങ്ങൾക്ക് ഒഴുകിയെത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും തർക്കമില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവരിൽ. കാരണം അത്രയും വലിയ പിന്തുണയാണ് ഇതിനകം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് 3 നേതാക്കന്മാർ ആദ്യ ഘട്ടം അനിശ്ചിതകാല നിരാഹാരം 20-ാം തീയതി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാപ്പകൽ സമര കേന്ദ്രത്തിൽ ആരംഭിക്കും. ആ സമരവും എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഇന്ന് നമുക്കറിയില്ല. ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടേ ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും ഞങ്ങൾ പോവുകയുള്ളൂ. അതിനുള്ള ആർജവും കരുത്തും ഉള്ള ആളുകളാണ് കേരളത്തിലെ ആശാവർക്കർമാർ. ഇതിനകം അവർ തെളിയിച്ചിട്ടുണ്ട്. അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാമെന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിച്ചും ഭീഷണിപ്പെടുത്തിയും നിങ്ങളെ ഈ സമരം പൊളിക്കാമെന്ന നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. അത് കൂടുതൽ ശക്തിയോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വളരെ ദുർബലമായിരുന്ന ജില്ലകൾ പോലും അതിശക്തമായിട്ടാണ് ഇന്ന് ഈ സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കേരളത്തിലെ 14 ജില്ലകളിലെയും ആശാവർക്കർമാർ ഈ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് ജില്ലകളിലും അതേപോലെ തന്നെ ഈ തലസ്ഥാന നഗരിയിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും സമരം ശക്തിയായി മുമ്പോട്ട് പോകും. ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആശാവർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സമരം രണ്ടാം ഘട്ടം അനിശ്ചിതകാല നിരാഹാര സമരം എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരിക്കുന്നത്. കൊണ്ടുപോയിക്കൊണ്ടാണ് ഈ 36 ദിവസവും കടന്നുപോയത്. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് സുനിഷയിലുണ്ട്. സുനിഷ, രണ്ടാം ഘട്ട സമരം എങ്ങനെയാണെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ആശമാർ നടത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ടം ഇനി അനിശ്ചിതകാല നിരാഹാര സമരമാണ്. അതായത് സമരത്തിന്റെ രീതി മാറുന്നു എന്ന് മാത്രമല്ല, സമരം കടുപ്പിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, സമരം അടുത്ത ഘട്ടത്തിൽ കടുപ്പിക്കുക എന്നത് തന്നെയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം. അല്പസമയം മുമ്പാണ് അടുത്ത ഘട്ട സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ കടക്കുന്നു എന്നതാണ്. 36-ാം ദിവസം പിന്നിടുമ്പോൾ സമരം കടുപ്പിക്കുന്നു. സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ്. നിരവധി സമരങ്ങൾ, ഉപരോധം അടക്കമുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇനി നിരാഹാര സമരത്തിലേക്ക്
സമരത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ 3 നേതാക്കന്മാരാണ് നിരാഹാരം കിടക്കുക. അതിനുശേഷം പിന്നീട് കൂടുതൽ ആളുകൾ ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ നിരാഹാരം കിടന്ന് തന്നെ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് നിലവിൽ ഈ സമരസമിതി അറിയിക്കുന്നത്. നിലവിൽ ആരൊക്കെയാണ് നിരാഹാരത്തിലേക്ക് കടക്കുന്നത് എന്ന് അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ 20-ാം തീയതി, അതായത് അടുത്ത 2 ദിവസത്തിന് ശേഷം 20-ാം തീയതിയോടുകൂടി തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നതാണ്. അനിശ്ചിതകാല നിരാഹാര സമരം സ്വാഭാവികമായും തന്നെ ഈ 36 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ പലപ്പോഴും വെയിൽ കൊണ്ടും ഒപ്പം തന്നെ മഴയുമൊക്കെ കൊണ്ട് പലപ്പോഴും പനി പിടിച്ചും തലകറങ്ങി വീഴുന്നുമൊക്കെയായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നിരാഹാര സമരം കിടക്കുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകും. സർക്കാരിന് ഇടപെടലുകൾ നടത്തേണ്ടി വരും. അത്തരമൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ ഇനി ഈ വിഷയത്തിൽ ഏത് വിധേനയാണ് ഇടപെടാൻ പോകുന്നത് എന്നതാണ് ഇനി അങ്ങോട്ട് അറിയേണ്ടത്. പ്രസംഗത്തിൽ നിരാഹാരത്തിലേക്ക് കടക്കുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ്? ഊടമിട്ട് നിരാഹാരം എന്നതാണോ? ആദ്യം നേതാക്കൾ പിന്നീട് ബാക്കിയുള്ളവർ എന്ന രൂപത്തിലാണോ? നിരാഹാര സമരം എങ്ങനെയെന്നത് ഒന്നുകൂടി വ്യക്തമാക്കുമോ? അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് അവരുടെ പ്രതികരണം തേടാം. സ്മൃതി, ഉറപ്പായിട്ടും ഇപ്പോൾ നിലവിൽ അവർ ഇപ്പോഴും സമരപ്രഖ്യാപനത്തിന്റെ ഈ വേദിയിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ സമരത്തിന്റെ രീതി എങ്ങനെയാണ്, നിരാഹാരം കിടക്കുന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ എത്തിക്കും. നിലവിൽ ഇവർ പറയുന്നത് നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ 3 പേരാണ് നിരാഹാരം കിടക്കുന്നത്. അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ അനുകൂലമായ നിലപാടോ എടുത്തില്ല എങ്കിൽ കൂടുതൽ ആളുകൾ കൂടി ഈ നിരാഹാരത്തിൽ ഇരിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഏത് രീതിയിൽ എന്നുള്ളതൊക്കെ തന്നെയും കൃത്യമായി അറിയേണ്ടതുണ്ട്. ഏതായാലും അതിൽ പൂർണ്ണ വ്യക്തത അല്പസമയത്തിനകം തന്നെ നൽകുന്നതാണ്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാർച്ച് 20-ാം തീയതിയോടുകൂടി തന്നെ ഈ ആശാ വർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. 3 നേതാക്കന്മാരാണ് ആദ്യഘട്ടത്തിൽ ഈ നിരാഹാര സമരത്തിലേക്ക് നിരാഹാരം കിടക്കുക. ഒപ്പം തന്നെ മറ്റ് ആശാ വർക്കർമാർ കൂടി ഇതിലേക്ക് കടക്കേണ്ടതുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ, അതായത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആളുകൾ കൂടി ഈ നിരാഹാരം ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏതായാലും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാർ കൂടുതൽ ഇതിലേക്ക് ഇടപെടേണ്ടതിന് നിർബന്ധിതരാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാഹാരം കണ്ടത് വലിയ രീതിയിൽ തന്നെ നിരാഹാരം നേരത്തെയും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരാഹാര സമരത്തിലേക്ക് ആശാ വർക്കർമാർ പോകുന്നു എന്നുള്ളതാണ്. ദയാബായി സമരം ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. എൻഡോസൾഫാൻ ബാധിതരായ ആളുകൾക്ക് ഈ ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദയാബായി ആയിരുന്നു സമരം നടത്തിയിരുന്നത്. അന്ന് ചർച്ചയ്ക്കെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു. നിരന്തരമായി പലപ്പോഴും ഈ പിന്നീട് ഒരു ചർച്ചയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അതേ രീതിയിലുള്ള ഒരു മാറ്റം അത് ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ്. ആശാവർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ അത്തരത്തിലുള്ള നിലപാട്, അനുഭാവപൂർണ്ണമായ നിലപാട് ഈ ആശാവർക്കർമാരോട് കാണിക്കുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അടുത്ത ഘട്ടത്തിലേക്ക് ആശാവർക്കർമാരുടെ സമരം കടന്നിരിക്കുന്നു. നീണ്ട 36 ദിവസത്തിന് ശേഷം അടുത്ത ഘട്ട സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി ഈ നിരാഹാര സമരത്തിലേക്കാണ് ആശാവർക്കർമാർ കടക്കുന്നത് എന്നതാണ്. നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ഈ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് ഇതിൽ തയ്യാറാകണമെന്നതാണ്. ആരോഗ്യമന്ത്രി മാത്രം പോരാ, ആരോഗ്യമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാകുന്നിടത്താണ് ശേഷം ഇവരെ കാര്യമായി കേട്ടുകൊണ്ട് ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നൽകണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പറയുന്നുണ്ട്. സമരം 2ാം ഘട്ടത്തിലേക്ക്